ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മധുരമേറിയ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ വെറും 10 മിനിറ്റ് മതി. അതും വെറും 1 കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മുടെ മെഷറിംഗ് കപ്പിൽ കറക്റ്റ് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ ദാ റവപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത ഗോതമ്പ് മാവ് എടുത്ത് അതേ മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ശർക്കര എടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ശർക്കര പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1 കപ്പ് ശർക്കര പൊടി എടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ശർക്കര കട്ടയാണെങ്കിലും 1 കപ്പ് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാമേ. അപ്പോൾ അത് നല്ലോണം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ മാവിലോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഏകദേശം ഒരു ദോശ മാവിൻ്റെ പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ശർക്കര പാനി തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ നോർമൽ വാട്ടർ നമുക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം അത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാമേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അത് മാറ്റി വെക്കാമേ, അടച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് 10 മിനിറ്റ് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഈ തവി കൊണ്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ നിറം ഒന്ന് മാറി വരണം. അത്രയേ ഉള്ളൂ കേട്ടോ. നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ 4 മണി പലഹാരം, നല്ല മധുരമേറിയ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശർക്കര പാനി ചൂടോടുകൂടി ഒഴിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. ഇനി നമ്മുടെ എണ്ണയിൽ കിടന്ന് ബാക്കി അതിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡ് വെന്തു, മറു സൈഡ് നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. വെറും 1 മിനിറ്റോ 2 മിനിറ്റോ ആ നിറം ഒന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇവിടെ തിളച്ച് റെഡിയാ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. വെറും 10 മിനിറ്റ് മതി നമുക്ക് ഈ 4 മണി പലഹാരം തയ്യാറാക്കാനായിട്ട്. കണ്ടോ, 2 സൈഡും നിറം മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ മധുരമൊക്കെ കാണുമ്പോൾ ഒന്നേ കഴിക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചാലും ഇതൊന്ന് ഒരെണ്ണം കഴിച്ചു നോക്കിയാൽ നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം കഴിച്ച് തീർക്കും, ഉറപ്പാണ് കേട്ടോ. ബാക്കിയുള്ള മാവ് നമ്മൾ അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 4 മണി പലഹാരമാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. പിന്നെ മുൻപോട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ലഞ്ച് ബോക്സ് റെസിപ്പീസും സ്നാക്സ് റെസിപ്പീസും ഒക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടും അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.